ബൽറാം, എനിക്ക് തോന്നുന്നു ഇങ്ങനെ പത്മവിഭൂഷൺ 3 മലയാളികൾക്ക് ഒരേ സമയം കിട്ടുന്നത് ആദ്യത്തെ അനുഭവമാണെന്ന് തോന്നുന്നു. ജി കെ, നേരത്തെ 2 പേർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ഒരേ വർഷം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി 5 പേരെ തിരഞ്ഞെടുത്തതിൽ 3 പേരും കേരളത്തിൽ നിന്നുള്ളതാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെ സാഹിത്യകാരൻ P നാരായണനെ പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒപ്പം തന്നെയാണ് KT തോമസിനും പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇവരെ കൂടാതെ അന്തരിച്ച നടൻ ധർമ്മേന്ദ്രയെയാണ് പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന മറ്റൊരാൾ. കൂടാതെ ഉത്തർപ്രദേശിൽ നിന്നുള്ള കലാകാരൻ N രാജം ത്തെയും ഈ പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി ഇത്തവണ തിരഞ്ഞെടുത്തിട്ടുണ്ട്. പത്മഭൂഷൺ പുരസ്കാരത്തിനായി കേരളത്തിൽ നിന്നും 2 പേരെയാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതും മലയാളികൾക്ക് ഏറെ അഭിമാനിക്കാവുന്ന നടൻ മമ്മൂട്ടി. അദ്ദേഹത്തെ പത്മഭൂഷൺ പുരസ്കാരം നൽകി ഇത്തവണ രാജ്യം ആദരിക്കുകയാണ്. ഇതോടൊപ്പമാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതുകൂടാതെ പത്മശ്രീ പുരസ്കാര ജേതാക്കളുടെ പട്ടികയിലും കേരളത്തിൽ നിന്നും 2 പേർ ഇടം പിടിച്ചിരിക്കുന്നു. ശാസ്ത്രകാരൻ AE മുത്തു നായകം. ഒപ്പം തന്നെയാണ് കലാമേഖലയിൽ നിന്നും കേരളത്തിൽ നിന്നും ഈ പുരസ്കാരത്തിനായി ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒട്ടേറെ നേട്ടങ്ങൾ ഇത്തവണ പത്മ പുരസ്കാര പട്ടിക പുറത്തു വരുമ്പോൾ ഉണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയം പത്മവിഭൂഷൺ പുരസ്കാര ജേതാക്കളുടെ പട്ടികയിൽ 5-ൽ 3 പേരും കേരളത്തിൽ നിന്നുള്ളതാണ് എന്ന് തന്നെയാണ്. KT തോമസ്, കൂടാതെ P നാരായണൻ, VS അച്യുതാനന്ദൻ എന്നിവരുടെ പേരുകളാണ് പത്മവിഭൂഷൺ പുരസ്കാര പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ നടൻ മമ്മൂട്ടി, കൂടാതെ വെള്ളാപ്പള്ളി നടേശൻ. ബൽറാം, പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായവരിൽ കൊല്ലക്കൽ ദേവകി അമ്മ സാമൂഹ്യ പ്രവർത്തക കൂടിയുണ്ടല്ലോ. ജി കെ, ഈ കൊല്ലക്കൽ ദേവകി അമ്മയെ അൺസങ് ഹീറോ വിഭാഗത്തിലാണ് അവർക്ക് പുരസ്കാരത്തിന് ആയി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 45 പേരുടെ പട്ടികയിലാണ് പത്മശ്രീ പുരസ്കാരത്തിനായി ദേവകി അമ്മയുടെ പേരും ഇടം പിടിച്ചിരിക്കുന്നത്. പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയിലാണ് അവരെ ഈ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് സാമൂഹിക മേഖലയിൽ, സാംസ്കാരിക മേഖലയിലും മറ്റ് മേഖലകളിലെല്ലാം തന്നെ സാധാരണക്കാർക്കിടയിൽ പ്രവർത്തിക്കുന്ന പ്രശസ്തരല്ലാത്ത ആളുകളെ, വലിയ മാറ്റങ്ങൾ സമൂഹത്തിൽ കൊണ്ടുവന്ന ആളുകളെ ഉൾപ്പെടെ ഈ പുരസ്കാരത്തിനായി, പത്മ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കാനുള്ള തീരുമാനമെടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്തത്. തുടർന്നാണ് അൺസങ് ഹീറോ വിഭാഗം ഉൾപ്പെടുത്തുകയും അതിൽ നിന്നും പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയിൽ ദേവകി അമ്മയുടെ പേര്, ആലപ്പുഴ സ്വദേശിയായ ദേവകി അമ്മയെ പരിസ്ഥിതി പ്രവർത്തക എന്ന നിലയിൽ അവർക്ക് പത്മശ്രീ പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം മറ്റ് 2 പേർക്ക് കൂടി പത്മശ്രീ പുരസ്കാരം ഇത്തവണ കേരളത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. അതിൽ കോട്ടക്കൽ ദേവകി, നേരത്തെ അൺസങ് ഹീറോ വിഭാഗത്തിൽ ഈ ദേവകി അമ്മയുടെ പേര് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. 45 പേരുടെ പട്ടികയിൽ അവരുടെ പേര് ഉൾപ്പെടുത്തിയിരുന്നു. കൂടാതെയാണ് മറ്റ് 2 പേരുകൾ കൂടി കേരളത്തിൽ നിന്നും പത്മശ്രീ പുരസ്കാരത്തിനായി മറ്റ് 2 പേരുകൾ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയം ഇത്തവണ രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരമായ പത്മവിഭൂഷൺ പുരസ്കാരത്തിനായി കേരളത്തിൽ നിന്നും 3 പേരുകൾ ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ. ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ, VS അച്യുതാനന്ദൻ എന്നിവരുടെ പേരുകളാണ് പത്മവിഭൂഷൺ രാജ്യത്തെ പറയാം. ബൽറാം, ഇതാദ്യമായി 3 മലയാളികൾക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ പുരസ്കാരങ്ങളിൽ ഒന്നായ പത്മവിഭൂഷൺ ലഭിക്കുന്നു. അത് മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രി, CPM-ന്റെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ VS അച്യുതാനന്ദൻ മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ നൽകുന്നു. അതോടൊപ്പം ജസ്റ്റിസ് KT തോമസ്, അതോടൊപ്പം സാഹിത്യകാരൻ P നാരായണൻ എന്നിവരും പത്മവിഭൂഷണ് അർഹരായവരിൽ പെടുന്നു. വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ. മലയാളത്തിന്റെ പ്രിയ താരം മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക്
പത്മഭൂഷൺ നൽകുന്നു. അതോടൊപ്പം തന്നെ പത്മശ്രീക്ക് അർഹരായവരിൽ AE മുത്തുനായകം, അതോടൊപ്പം കലാമണ്ഡലം വിമല മേനോൻ എന്നിവരുണ്ട്. അതിന് പുറമെയാണ് കൊല്ലക്കൽ ദേവകി അമ്മ സാമൂഹ്യ പ്രവർത്തകയ്ക്ക് പത്മശ്രീ പുരസ്കാരം ലഭിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.